ഹലോ ഗൈസ്, എല്ലാവരുടെ അടുത്തും ആദ്യം തന്നെ വലിയൊരു നന്ദി. നമ്മുടെ ചാനൽ 20,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ആവശ്യമുണ്ട്. സോ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് പിന്നെയും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ പഴയ ചാനലിൽ ഏകദേശം 1.2 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ വീഡിയോ പറ്റില്ല, അവസ്ഥ അറിയാമല്ലോ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കന്നേരം ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. എപ്പിസോഡ് നമ്പർ 57. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ബിഗ് ബോസ് വീഡിയോസ് ഒന്നും ഇതിനകത്ത് വെക്കുന്നില്ല. കാരണം ഒന്നുമില്ല, അത്യാവശ്യം നല്ല ബോറൻ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഒരു കാര്യമില്ലാത്തൊരു എപ്പിസോഡ്. ലാലേട്ടൻ തന്നെ ഇന്നൊരു ചിൽ മൂഡിലായിരുന്നു കേട്ടോ. ആരുടെ അടുത്ത് മഴക്കൊന്നും പറയാൻ വയ്യ. എല്ലാവരും ചിരിച്ചിലും കണ്ടിട്ട് ചിരിച്ച് കൊള്ളാം സൂപ്പർ. ജിൻഡോ ഒക്കെ ലാലേട്ടൻ്റെ മുമ്പ് വെച്ച് നോറയെടുത്ത് ദേഷ്യപ്പെട്ടിട്ട് നോറയിട്ട് എന്താ മകളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലാലേട്ടൻ ഒരു ചില്ലടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. കാരണം മൊത്തത്തിൽ വലിയ വിഷമവും കാര്യങ്ങളും വലിയ സംഭവ ബഹുലമായ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു എപ്പിസോഡായിരുന്നു ഗൈസ് ഇന്നത്തെ എപ്പിസോഡ്. പിന്നെ ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് ഗബ്രിയുടെ കാര്യം ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമത്തിലിരിക്കും. കുറച്ച് കഴിയുമ്പോൾ മറന്നു ഗബ്രി ഔട്ടായിരുന്നു. അന്നേരം ഭയങ്കര ഫുൾ ഓണാണ്. ജിൻഡോയൊക്കെ വഴക്ക് പറയുന്നത് ജിൻഡോയുടെ മേളിൽ തട്ടിക്കയറാൻ നേരത്തൊക്കെ ഒരു കുഴപ്പമില്ല. അവൾ 4 കാലേ 16 നാക്കുമായിട്ട് അവൾ നിൽക്കും. ഗബ്രിയുടെ കാര്യം നമ്മുടെ ആലോചിക്കത്ത് പോലുമില്ല. അല്ലാതെ എവിടെങ്കിലും ഇരിക്കുവാണെങ്കിൽ ക്യാമറ എന്നെ നോക്കുന്നുണ്ട്, കുറച്ച് വിഷമം ഇട്ടേക്കാം എന്നും പറഞ്ഞിട്ട് ഗബ്രി ആലോചിച്ചിട്ട് ലോ 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 വിഷാദം പിടിച്ച കോഴിയുടെ കൂട്ടൊരു ഇരുത്തയാണ് ജാസ്മിൻ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ടാസ്കിൻ്റെ സമയത്തൊന്നും അവക്കൊരു കുരുവും ഇല്ല. അവക്കൊരു ഗബ്രി പോയതിൻ്റെ ഒരു വിഷമോ ഒരു തേങ്ങാക്കൊലയും ഇല്ല. ലാലേട്ടൻ്റെ സംസാരിക്കുമ്പോഴും അത് തന്നെ. അവക്കൊരു കശുവണ്ടി വരാതില്ല, മനസ്സിലായോ? അല്ലാത്ത വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ടാസ്ക് കൊടുത്തടേ, ഒരു സർവൈവൽ ടാസ്ക്. ജയിലിൽ പൂട്ടിയിട്ട് താക്കോൽ വെച്ചിട്ട് വിട്ടു. എന്തിനാ ടാസ്ക് കൊടുത്തത്? ഇവരുടെ മഞ്ഞുമൽ ബോയ്സ് OTT റിലീസാവുന്നു, അതിൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചേക്കുന്നു ടാസ്ക്. അതല്ലാത്തപ്പോൾ കൊടുത്താൽ പോരെ. എന്തിനാ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒന്ന് ഈ സ്പോൺസർഷിപ്പ് ടാസ്ക് കൊടുക്കുന്നത്? അത് വലിയ കാര്യമുള്ള ടാസ്ക് ആണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല, വെറും കൂതറ ഒരു ടാസ്ക്. പിന്നെ ഇന്നലെ ഒരു 5 പേരെ എവിക്റ്റ് ആവുമെന്നും പറഞ്ഞ് ഇരുത്തിയായിരുന്നല്ലോ. അതും ആ 5 പേരെ ഇന്നും എണീപ്പിച്ച് നിർത്തി ഗൈസ്. എണീപ്പിച്ച് നിർത്തിയിട്ട് എല്ലാവരുടെയും കയ്യിൽ ഒരു ക്യൂ കാർഡ് കൊടുക്കും. ക്യൂ കാർഡ് എല്ലാവരുടെ അടുത്തും ഒരുമിച്ച് തുറക്കാൻ പറയും. ഒരുമിച്ച് തുറക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാത്തിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നു രതീഷ് എവിക്റ്റഡ്. എന്തുവാടി, ഒരാളെ ഗസ്റ്റായിട്ട് വീട്ടിലകത്തോട്ട് വിളിച്ചോണ്ടിരുത്തിയിട്ട് പിന്നെയും എവിക്റ്റാക്കി പറഞ്ഞു വിടുന്ന അയാൾ ഗസ്റ്റ് അല്ലേ, അല്ലാതെ കണ്ടസ്റ്റൻ്റ് അല്ലല്ലോ. കണ്ടസ്റ്റൻസിനെ അല്ലേ സാധാരണ എവിക്റ്റാക്കി വിടുന്നത്. ഇത് രതീഷിനെ എവിക്റ്റാക്കി വിടുന്നത്. ഇതെന്ത് പിന്നെയും കളിത്തോക്കോ? എന്താണ് നടക്കുന്നത്? ബിഗ് ബോസ് എവിക്ഷനകത്തൊരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്, പക്ഷേ അത് അത്യാവശ്യം കൂതറ പരിപാടിയാണ്. ഒരുമാതിരി രതീഷിനെ നാണം കെടുത്തി വിടുന്ന ഒരു പരിപാടിയായി പോയി. രതീഷിനെ ലാലേട്ടൻ രതീഷ് മതിയുടെ മോനെ നിൻ്റെ പരിപാടിയൊക്കെ അവിടെ ഞങ്ങൾ കാണുന്നുണ്ട്, നീ ബാ എന്നും പറഞ്ഞ് വിളിച്ചാൽ അതിൻ്റെ ആവശ്യമുള്ളായിരുന്നു. അല്ലാതെ ഈ മാതിരി കോപ്രായം കാണിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ എവിക്ഷൻ നടത്തി അങ്ങേരെ പിന്നെയും നാണം കെടുത്തി വിടേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ടായിരുന്നില്ല. ജിൻഡോ മാത്രമാണ് കരഞ്ഞത്. ജാസ്മിൻ ആ സമയത്ത് ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ ഗബ്രി പോയാൽ ഇങ്ങനെ ആലോചിച്ച് പാവൻ ജാസ്മിൻ. നല്ല വിഷമം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിഷമം ഉള്ളു കേട്ടാ. പിന്നെ ഇത് ക്യാപ്റ്റൻസിയെ പറ്റി പറഞ്ഞ സമയത്ത് കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ നമ്മുടെ റസ്മിൻ ആയിരുന്നല്ലോ. എല്ലാവരും വന്നിട്ട് ഒരു വലിയൊരു ഗുമ്മില്ലാത്ത ക്യാപ്റ്റൻ എന്നാണ് പറഞ്ഞത്. നമ്മുടെ ജിൻഡോ ഒക്കെ ആട്ടി തുപ്പി വിട്ടത് ആരെയാ? റസ്മിനെ. അതങ്ങോട്ട് കഴിഞ്ഞ് ലാലേട്ടൻ പോയി കഴിഞ്ഞ് എപ്പിസോഡെല്ലാം കഴിഞ്ഞതിന് ശേഷം റസ്മിൻ്റെ ഒരു പട്ടി ഷോ ഉണ്ട്, ജിൻഡോവായിട്ടൊരു പട്ടി ഷോ ഉണ്ട്. ജിൻഡോയ്ക്ക് ഇനി എൻ്റെ ഭാഗത്ത് ഒരു പരിഗണന ഇല്ലെന്നും പറഞ്ഞ് റസ്മിൻ്റെ പട്ടി ഷോ. അത് കാര്യം തിന്നുന്നതിന് മനസ്സിലാവും. എല്ലാവരും വന്നിട്ട് പറഞ്ഞ് റസ്മിൻ ഇപ്പം കുറച്ച് തണുത്ത് പോയിട്ടുണ്ട്, കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ സോഫ്റ്റ്നെസ് ഒന്ന് മാറ്റി മറ്റേ പഴയ പട്ടി സ്വഭാവം ഹാർഡ് ആക്കാനുള്ള പരിപാടിയാണത്, മനസ്സിലായോ? ഒന്നാമത് എനിക്ക് തോന്നുന്നു അവിടെ ഈ ഹേറ്റ് ഒന്ന് കുറഞ്ഞ് വരുവാണ്. എന്നാൽ ഇവിടെ ഈ കൂതറ സ്വഭാവം എടുത്ത് വെളിക്കൊണ്ടിട്ട് ഒന്നുകൂടെ ഹേറ്റ് പോവും. എന്തായാലും അടുത്ത ആഴ്ചത്തേക്ക് നീ ഒരു നിക്കർ തയ്പ്പിച്ച് വെച്ചോ. അടുത്ത ആഴ്ച മിക്കവാറും വണ്ടിയും വിളിച്ച് നിനക്ക് അങ്ങ് വീട്ടിൽ പോവാം. ഒന്നാമതേ ഇപ്പം അവിടെ ആളിൻ്റെ എണ്ണം കൂടുതലാണ്. ഇനി 50 ദിവസമായി. ഇനി ഇപ്പം തന്നെ കുറേ എണ്ണം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇനി ഇതിനെല്ലാം കൂടെ എപ്പോൾ എവിക്റ്റ് ചെയ്ത് കളയാനാ? ഇനി 100 ദിവസത്തിലൊന്നും തികയൂല. 150 ദിവസമായാലും ഇതിനേക്ക് എവിക്റ്റ് ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ ഒരു 5 എണ്ണത്തിനെ വെച്ച് വെളിക്കോട്ട് തള്ളേണ്ടി വരും അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക്. ഇത് കുറേ ഉണ്ട് ഇപ്പോഴും ഇതിനകത്ത്. എപ്പോൾ എവിക്റ്റ് ചെയ്ത് കളയുന്നതിനൊക്കെ വല്ലതും കാണുന്നുണ്ടോ? ബിഗ് ബോസിൻ്റെയൊക്കെ നമ്പർ എടുക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊന്നും എണ്ണി നോക്കണം ഇന്ന് ഇത്രയും പേരിനകത്ത് ഉണ്ടെന്ന് കേട്ടോ. വല്ലതും അറിയൂ? അവിടെ നിന്ന് കൊടുക്കണ പറഞ്ഞാൽ വല്ല അറിയുന്നുണ്ടോ? ഇതൊക്കെ കുറേ ഉണ്ട് അതിനകത്ത്. എനിക്ക് പറഞ്ഞ് വിട് കുറേ എണ്ണത്തിനൊക്കെ. പിന്നെ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മൾ ലൈവിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ അരിയണ്ണനും സിജോയും കൂടി ഇരുന്നു ഭയങ്കര പ്ലാനിങ്.
പ്ലാനിങ് എന്ന് പറഞ്ഞാൽ 100-150 ദിവസത്തേക്കുള്ള പ്ലാനിങ് നടത്തുന്നത്. ഇവന്മാർ 100 ദിവസം കഴിഞ്ഞാലും ഈ പ്ലാനിങ് തീരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അമ്മാതിരി പ്ലാനിങ്. അരിയണ്ണം വന്നിട്ട് പറയുന്നത്, ഞാൻ ഇവിടെ ഒരു മനുഷ്യനാവാനാണ് വന്നേക്കുന്നത്, നിനക്ക് മനുഷ്യനാവാണെങ്കിൽ വല്ല വേറെ എവിടെയെങ്കിലും വല്ല ധ്യാനത്തിന് വല്ലതും പോയാൽ പോരായിരുന്നു, എന്തിനാണ് ഈ ബിഗ് ബോസിനകത്തോട്ട് വരുന്നത് മനുഷ്യനാവാൻ വേണ്ടിയിട്ട്? അന്നേരം ഞാൻ എൻ്റെ ഒരു 12ാമത്തെ ആഴ്ച കഴിഞ്ഞ് എൻ്റെ ഗെയിമിലോട്ട് ഞാൻ വരുത്തോളൂ, അതുവരെ ഞാൻ മനുഷ്യനായിട്ട് ഇവിടെ നിൽക്കും എന്നുള്ള രീതിയിൽ എൻ്റെ അരിയണ്ണം സംസാരിക്കുന്നത്. നീ 12ാമത്തെ ആഴ്ച വരെ നീ നിന്ന് കണ്ടാൽ മതിയെന്നാണ്. നമുക്ക് ആഗ്രഹമൊന്നുമില്ല, നിൻ്റെ വീട്ടുകാർക്കും നിൻ്റെ ഫാൻസിനും ആഗ്രഹം. 12ാമത്തെ ആഴ്ച വരെ പോവോടെ അരിയണ്ണ. പിന്നെ സിജോ പിന്നെ കാട്ടുതീ, അവൻ്റെ കാട്ടുതീ, എൻ്റെ പൊന്നെ കാട്ടുതീ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ. വയ്യാത്തതിൻ്റെ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രി കേസായിട്ട് നടക്കുന്നതിൻ്റെ പേര് ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ ലൈവിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ മോൾ നമ്മുടെ ജാസ്മിൻ മോൾ ആ ഒരു ഗാർഡൻ ഏരിയയിലുള്ള സോഫയ്ക്കകത്ത് വന്നിരുന്നിട്ട് എൻ്റെ ഗബ്രിയുടെ ചിരി, ഗബ്രിയുടെ പറയുന്നില്ല എന്നെ കൊണ്ടൊന്നും എന്നും പറഞ്ഞ് ജാസ്മിൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അതൊക്കെ വെറും ഡ്രാമ, പക്കാ ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഇവൻ പോയെന്ന് കുറച്ച് വിഷമം കാണിക്കണമല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഡ്രാമ. എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് റൂമിൽ ചെല്ലുന്നു, റൂമിൽ ചെന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ കപ്രി എന്നും പറഞ്ഞു. എവിടെ ആരെയും ചത്തോടെ, എനിക്കതറിയാൻ പാടില്ലാത്ത ഇതിനു വേണ്ടി ഇങ്ങനെ മലന്ന് കിടന്ന് കരയാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും ഇവിടെ ആരെങ്കിലും ചത്താൽ പോലും ഉള്ളു ഇങ്ങനെ കരയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ള കാര്യം പറയാമല്ല, ഇവിടെ ബാബ 10-15 ബ്ലോക്കായിട്ട് ഇവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ അതുപോലും മൈൻഡ് ചെയ്യാതെ ഇവള് കപ്രി എന്നും പറഞ്ഞിരുന്ന് കരയുകയാണ്. എന്നിട്ട് പുതപ്പിൻ്റെ അടി തലയും കയറ്റി കിടന്നിരുന്ന് പോകുന്നത്. എന്തോന്നാണ് ഇത്, എന്തൊരു ഡ്രാമയാണ് ദൈവമേ. ഇവക്കല്ലാത്തപ്പോൾ ടാസ്ക് ചെയ്യുന്ന സമയത്ത്, ജിൻഡോയെ തെറി വിളിക്കുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമില്ല, അവർക്ക് ഒരു കുരുക്കേടുമില്ല. അല്ലാത്തപ്പം വെറുതെ ഇരിക്കുമ്പോൾ ഉമ്മ തരാൻ ആളില്ല, മൂക്കള തുടയ്ക്കാൻ ആളില്ല. അയ്യോ, അവിടെ അഭിനയം വന്നേക്കുന്നവൾ ഇനി എന്തൊക്കെ കാണണം ദൈവമേ. ഇതൊക്കെയായിരുന്നു കേസ് ഇന്നത്തെ എപ്പിസോഡും അതിനെ തുടർന്നുണ്ടായ ലൈവിനകത്തെ കാര്യങ്ങൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാര്യം ഇന്നത്തെ വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും വെക്കാഞ്ഞത്. പിന്നെ നാളത്തെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്, അത് നൈസായിരുന്നു. ജിൻഡോ ഉള്ള പോലെ വിളിച്ച് പറയുന്നുണ്ട്, നീ കാരണമാണ് ആ പയ്യൻ ഇവിടുന്ന് പുറത്തായത്, അവൻ കുറേ കാലവും കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ എടുത്ത് ഉടുക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത്. എന്തായാലും അത് നമുക്ക് നാളെ കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ്, മറ്റേ ഹോട്ടൽ ടാസ്ക് ഉണ്ടല്ലോ, എല്ലാ വട്ടമുള്ള ഹോട്ടൽ ടാസ്ക്, പുറത്തുനിന്ന് അതിഥികളൊക്കെ അകത്തോട്ട് വരുന്നത്, അത് മൺഡേ തൊട്ട് തുടങ്ങുമെന്നാണ്. മിക്കവാറും ഈ വരുന്ന എപ്പിസോഡിൽ ഹോട്ടൽ ടാസ്ക് കാണാൻ ചാൻസ് ഉണ്ട്. സോ അതിന് ഗസ്റ്റായിട്ട് മണിക്കുട്ടൻ, ദിൽഷ, സാബുമോൻ, ഇവർ 3 പേരും കപ്പടിച്ച ടൈറ്റിൽ വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർ 3 പേരും വരാനാണ് ചാൻസ് എന്നാണ് അറിയാൻ സാധിച്ചത്. വലിയ ഉറപ്പൊന്നുമില്ല, നമുക്കിങ്ങനെ അറിഞ്ഞതാണ് കുറേ പേജുകൾ ത്രൂ. പിന്നെ അഖിൽമാരാർ എന്തായാലും വരത്തില്ല, അത് നമുക്ക് 100% ഉറപ്പാണ്. കാര്യം പുള്ളി പുറത്ത് നിന്നിട്ട് ഏഷ്യാൻ്റെ തള്ളയ്ക്കുന്ന എന്തെങ്കിലും വിളിയായിരുന്നല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും അഖിൽമാരാർ വരാനുള്ള ചാൻസ് കുറവാണ്. സോ ഇതൊക്കെയായിരുന്നു ഗൈസ് ഇന്നത്തെ എപ്പിസോഡും ഫർദർ അപ്ഡേറ്റ്സും ലൈവിലെ കാര്യങ്ങളൊക്കെ. പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനൊന്നും ഇല്ല. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 20,000 സബ്സ്ക്രൈബേഴ്സ് ആയുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ 25,000 സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കാം ഗൈസ്. അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ്, നമ്മളിന്ന് ബിഗ് ബോസിൻ്റെ ക്ലിപ്പൊന്നും വെക്കാണ് വീഡിയോ ചെയ്തൊക്കെ, എത്രമാത്രം നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല. സോ അതിനും നിങ്ങളുടെ ആ ഒരു കമൻറ്റ് കൂടെ താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ആയിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പോൾ ശരി, നാളെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എനിക്ക് എല്ലാം കൂടെ വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചറപറ വീഡിയോ ചെയ്തിടാൻ ശ്രമിക്കാം. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ. മാക്സിമം ഞാൻ വെറുപ്പിക്കും കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.